ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു. എന്നാലും ഇന്ന് സർക്കാർ എടുത്ത നിലപാട് അത്യന്തം അഭികാമ്യമാണ്, അഭിനന്ദനീയമാണ് എന്ന് പറയാനാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ പോയി ചാവാൻ ഉദ്ദേശിക്കണമെങ്കിൽ നീ പോയി ചത്ത എന്നെ അതിന് പ്രതിയാക്കേണ്ട കാര്യമില്ലോ എന്ന് പറയില്ലേ. നിനക്കതാണ് എൻ്റെ ഉദ്ദേശം, നീ പോയി പറഞ്ഞോ, അത് എൻ്റെ ചെലവിൽ വേണ്ടെന്ന് പറയല്ലോ. ആ ഭാഷയിൽ പറയുന്ന കോടതി പ്രയോഗങ്ങളാണ്. വഖഫ് ബോർഡ് ചെയർമാൻ ശ്രീ കെ എസ് ഹംസ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ ശരിക്കും പറഞ്ഞ ഒരു യൂട്ടേൺ എടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതി അതിലൊരു അന്തിമ തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന നിലപാടാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകളും അങ്ങുകൂടി അതിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ എന്താണ് അതിൽ പറയാനുള്ളത്? രണ്ട് കാര്യം ആദ്യം സൂചിപ്പിക്കുന്നു. ഒന്ന്, ജുഡീഷ്യറിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമത്, ഗവൺമെൻറ്റിനെ എല്ലാ രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങളും മാറ്റിവെച്ച് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സർക്കാർ ഈ നിലപാടെടുത്തത് അഭികാമ്യമാണ്. ഇത് വൈകി വന്ന ബുദ്ധിയാണ് സർക്കാരിൻ്റെ. കുറച്ച് മുമ്പേ വരണമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ആദ്യം മനസ്സിലാക്കാൻ കഴിയില്ല. വലിയ വിഷമമുണ്ടായിരുന്നു. കാരണം പരാതിക്കാർ വേറെ ചില ആളുകളെ കൊണ്ട് കോടതിയിൽ പരാതി കൊടുപ്പിക്കുക, എന്നിട്ട് പരാതിക്കാരനും വാദിയും പ്രതിയും കോടതിയിൽ ഒന്നായി നാടകം കളിക്കുക, പരാതിക്കാരൻ പറഞ്ഞ സംഗതികളൊക്കെ ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാമെന്ന് കോടതിയിൽ പറയുക. അങ്ങനെ ഉണ്ടായിരുന്ന ഈ നാടകമൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഒരു സുതാര്യമായ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമല്ല. കുറച്ചും കൂടിയൊക്കെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കണം ഭരണകർത്താക്കൾ. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു. എന്നാലും ഇന്ന് സർക്കാർ എടുത്ത നിലപാട് അത്യന്തം അഭികാമ്യമാണ്, അഭിനന്ദനീയമാണ് എന്ന് പറയാനാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യം നമ്മുടെ മന്ത്രിയോട് ചോദിച്ചപ്പോഴേ, വഖഫിൻ്റെ ചുമതലയുള്ള മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പുനഃസംഘടനയുടെ കാര്യം, അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായി, പുനഃസംഘടിപ്പിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞു. അതേസമയം കോടതി പറയുന്നുണ്ട് നിലവിൽ നോമിനേറ്റഡായ അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനില്ല എന്ന പരാമർശം കൂടി അതിലുണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് വ്യക്തിപരമായി ആരെയും ടാർഗറ്റ് ചെയ്യാനില്ല, അങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണം? അല്ല, മന്ത്രി പറഞ്ഞ് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നറിയോ, പക്ഷേ മന്ത്രി മനസ്സിലാക്കിയതിന് ചെറിയൊരു തെറ്റുണ്ട്. കോടതി അങ്ങനെയല്ല പറഞ്ഞത്. കോടതിയോട് പലതവണ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് പുനഃസംഘടിപ്പിക്കണം, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കോടതി പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞല്ലേ കോടതിയിൽ രണ്ടാളെ അധികം വെക്കാനുണ്ട്, അത് ഞങ്ങൾ വെച്ചോളാമെന്ന് പറഞ്ഞല്ലേ, ആ രണ്ടാളെ വെച്ചോ. വീണ്ടും ആവശ്യപ്പെട്ടു, ആ രണ്ടാളെ വെക്കൽ തന്നെയാണ് പുനഃസംഘടന. അങ്ങനെ കോടതി പറഞ്ഞു, ആ രണ്ടുപേരെ വെക്കൽ തന്നെയാണ് പുനഃസംഘടന, നിങ്ങൾ രണ്ടാളെ വെച്ചോ. എത്രയാണ് ഒഴിവുള്ളെങ്കിൽ ആ ഒഴിവ് നിങ്ങൾ നികത്തിക്കോളൂ. പുനഃസംഘടനയ്ക്ക് സെക്ഷൻ 14 പ്രകാരമുള്ള ഒഴിവ് നികത്തലും വരും. അല്ല, അങ്ങനെ ഇവർ ചെയ്യുകയാണെങ്കിൽ അത് വരും, സെക്ഷൻ 14 പ്രകാരമല്ലേ. പക്ഷെ അതല്ലേ മുമ്പത്തെ ഗവൺമെൻറ് വളരെ ബുദ്ധിപൂർവ്വം ചെയ്തത്. ആ രണ്ട് പേരെ ഒഴിച്ചിട്ട് നിർത്തി പുനഃസംഘടന നടത്തി. എന്നിട്ട് പറഞ്ഞു, ആ രണ്ടുപേരെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്, ആ കേസ് എന്നാണോ വിധിയാവുന്നത് അതനുസരിച്ച് പിന്നീട് രണ്ടുപേരെ വയ്ക്കും, വേണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ സുപ്രീം കോടതി അത് എടുത്തു കളഞ്ഞാൽ അല്ലാതെ തന്നെ വെക്കാമല്ലോ. രണ്ടുപേരെ വെച്ചിട്ട് പിന്നെ കീഴ്വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ആ ബുദ്ധിപൂർവമായൊരു തീരുമാനമാണ് പോയ ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതിപ്പോൾ ഈ ഗവൺമെൻറ്റിനും ആ തിരിച്ചറിവ് വന്നു, കുറച്ച് താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, പലതവണ ആവശ്യപ്പെട്ടിട്ടും പുനഃസംഘടനയ്ക്ക് കോടതി അനുവാദം കൊടുത്തല്ലോ. പിന്നെ ഇടയിൽ കയറി പറയും ചിലപ്പോൾ, അതൊക്കെ വേറെ ശീലമാണ്. അതെങ്ങനെ ഇപ്പോൾ നീ പോയി ചാവാൻ ഉദ്ദേശിക്കണമെങ്കിൽ നീ പോയി ചത്ത എന്നെ അതിന് പ്രതിയാക്കേണ്ട കാര്യമില്ലോ എന്ന് പറയില്ലേ. നിനക്കതാണ് എൻ്റെ ഉദ്ദേശം, നീ പോയി പറഞ്ഞോ, അത് എൻ്റെ ചെലവിൽ വേണ്ടെന്ന് പറയല്ലോ. ആ ഭാഷയിൽ പറയുന്ന കോടതി പ്രയോഗങ്ങളാണ്. കേൾക്കുന്ന നിയമജ്ഞന്മാർക്കൊക്കെ അത് ബോധ്യമായിട്ടുണ്ട്, എല്ലാവർക്കും ബോധ്യമായി. ആത്യന്തികമായി ഒരു പക്ഷേ താങ്കൾ ഈ ചുമതലയിൽ തുടരരുത് എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. രാഷ്ട്രീയമായി LDF നിയോഗിച്ച ബോർഡ് എന്നുള്ള പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ അത് മാത്രമായിരുന്നോ ഇത്തരം കോൺട്രവേഴ്സികൾക്ക് അടിസ്ഥാന കാരണമായി താങ്കൾ കരുതുന്നത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം മന്ത്രി ഞങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചതാണ് മുമ്പ്. ആ ഒരു ധാരണയിൽ തന്നെ അങ്ങനെ പോകുമെന്നാണ് ഞങ്ങളൊക്കെ കണക്കാക്കിയത്. എത്ര ആളുകൾ രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിലും ഭരണ സംവിധാനത്തിൻ്റെ ആകുമ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ യൂണിയൻ നേതാക്കൾ സെക്രട്ടേറിയറ്റില്ലേ, അവർ ഭരണം മാറുമ്പോൾ അവരൊക്കെ പിരിച്ചുവിടുന്നുണ്ടോ? അതൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റാണ്, അങ്ങനെ മുമ്പോട്ട് പോകും. അങ്ങനെയൊക്കെ തന്നെ ഇത് മുന്നോട്ട് പോകാൻ മന്ത്രി ഞങ്ങളൊക്കെ ആയിട്ട് ധാരണയൊക്കെ വന്നതായിരുന്നല്ലോ. പിന്നീട് ഇദ്ദേഹത്തെ പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോടതി വിധി ഇങ്ങനെയാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഈ കുബുദ്ധികളൊക്കെ അതിനു മുമ്പ് ഉണ്ടായേക്കാം.
ആ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടാകാം. പേഴ്സണലി അദ്ദേഹം അത്രയ്ക്ക് ഒരു മോശപ്പെട്ടയാളോ അല്ലെങ്കിൽ അത്ര ഒരു അപലപനീയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമേ അല്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം സെക്ഷൻ 14 സാധ്യത ഉപയോഗിച്ച് ബോർഡിനെ പിരിച്ചു അത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ ആത്യന്തികമായി എന്ത് ഫലമുണ്ടാകും എന്നതുകൂടി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകാം, അറിയില്ല. ആ നിലയ്ക്ക് തന്നെ എന്ന് വെച്ചാൽ മുൻ സർക്കാർ സ്വീകരിച്ച ആ നയം ഇക്കാര്യത്തിൽ ശരിയാണ്, അപ്പോൾ അതുമായി മുന്നോട്ട് പോവുക എന്നാണോ പറയാനുള്ളത്? അതുതന്നെയാണ്. സെക്ഷൻ 14 പ്രകാരം അതിൽ പറയുന്നുണ്ട് മാക്സിമം 11 പറയുന്നുള്ളൂ. 11 വേണമെന്ന് ഈ സെക്ഷൻ 14 പറയുന്നില്ല. ഉമ്മീദ് ആക്റ്റിൽ എവിടെയും നോക്കിയാൽ കാണില്ല. ഉമ്മീദ് ആക്ട് വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. പരമാവധി 11 എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ 10 ആണെങ്കിലും 9 ആണെങ്കിലും പൂർണ്ണമല്ല, വാലിഡാണ്. എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം? അതിന് വ്യാഖ്യാനിക്കാണ്. അപ്പോൾ പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, സെക്ഷൻ 22 പറയുന്നുണ്ട്, 1-2 ആളുകൾ വെച്ചതില്ലെങ്കിലും ബോർഡ് ഫങ്ഷൻ ചെയ്യാം, ബോർഡിൻ്റെ തീരുമാനങ്ങളൊക്കെ വാലിഡിറ്റി ഉള്ളതാണ് എന്നുള്ളത് സെക്ഷൻ 22 പറയുന്നുണ്ട്. അപ്പോൾ 1-2 ആളുകൾ കുറഞ്ഞാൽ പ്രശ്നമില്ല. വെറുതെ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് കഴുത്തിലിട്ടതായിരുന്നു. മാത്രമല്ല സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നതുമാണല്ലോ, അപ്പോൾ അതിനെ കൂടി ബാധിക്കാമായിരുന്നു. പറഞ്ഞു നിൽക്കാമായിരുന്നല്ലോ, സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസാണ്. അപ്പോൾ വേറെ ഇതെന്താ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നോ, സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിന് അങ്ങനെ 2 നോൺ മുസ്ലിങ്ങളെ വെക്കണമെന്ന് ആഗ്രഹമൊന്നുണ്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ലീഗ് മന്ത്രിമാർക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. ബോർഡ് മാറ്റിയിട്ട് ഇവിടെ കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ബൈമി കാമുകന്മാരുടെ നടുവിലാണ് മന്ത്രിയും സർക്കാരൊക്കെ ഉള്ളത്. ഈ ബൈമി കാമുകന്മാരുടെ ആ ജൽപ്പനങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും അങ്ങനെ ഐഡിയക്ക് പോയി. അപ്പോൾ എന്തുണ്ടായി, 2 പേരെ കയറ്റണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി ചില ആളുകൾ. ആ കോടതിയിൽ പോയ കൂട്ടത്തിൽ ആദ്യം ലീഗുകാരുണ്ടായിരുന്നു കേട്ടോ, അവരുടെ പ്രശ്നം. പിന്നീട് മറ്റുള്ളവരൊക്കെ പോയത്. അതാണ് അപകടമായത്. ഗവൺമെൻറ്റിനും പാർട്ടിക്കും ലീഗ് പാർട്ടിക്കും അപകടമായത് ആദ്യമായി കോടതിയെ സമീപിച്ച് ലീഗാണ്. ആദ്യമായി ഗവൺമെൻറ്റിൽ 2/6/2026 സർക്കാരിൽ ഇത് വെച്ച് പരാതി നൽകുന്നത് ലീഗാണ്. എന്നിട്ട് അതിൻ്റെ കോപ്പിയാണ് കോടതിയിൽ എത്തിക്കുന്നത്. പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ ഇതേ ആവശ്യങ്ങൾ വെച്ച് പോരുന്നത്. അപ്പോൾ കോടതിയിൽ പോയ ആളുകൾക്ക് ഇപ്പോൾ സെക്ഷൻ 14 അനുസരിച്ചുള്ള മുഴുവൻ ആളുകളെയും നിയമിക്കണമെന്നായിരുന്നു. 2/6/2026 ലീഗ് നേതാവ് അഷ്കർ പെരുമുക്ക് എന്ന വ്യക്തി, ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹമാണ് ആദ്യം സർക്കാരിൽ നിവേദനം കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യണം, സെക്ഷൻ 14 അനുസരിച്ച് മുഴുവൻ ആളുകളെയും വെച്ചിട്ടില്ലെന്നും ചില ആളുകൾക്ക് അപാകതയുണ്ടെന്നും അതുകൊണ്ട് പുനഃസംഘടന വേണം. ഇത് നോൺ മുസ്ലിം മുസ്ലിം അംഗങ്ങളല്ലാതെ ഇപ്പോൾ ഷിയ അംഗം, അതുകൂടാതെ അഭിഭാഷക വിഭാഗത്തിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള നോമിനേഷൻ കൂടി യഥാർത്ഥത്തിലുണ്ട്. അതാണോ അതല്ല നോൺ മുസ്ലിം അല്ല? സെക്ഷൻ 14 അനുസരിച്ച് സ്ട്രിക്ട്ലി കംപ്ലൈ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് സർക്കാരിൽ കൊടുത്ത കോപ്പി എടുത്തുകൊണ്ട് നേരെ ഹൈക്കോടതിയിൽ, അതൊരു ലീഗ് നേതാവ് തന്നെയാണ്, അഡ്വക്കേറ്റ് സജൽ എന്ന പേരുള്ള ഒരു യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയാണ്, അതെടുത്ത് നേരെ ഹൈക്കോടതിയിൽ കൊടുത്തു. റിട്ട് ഓഫ് മാൻഡമസ് അനുസരിച്ച് കൊടുത്തു. ഇതിൽ പറഞ്ഞു ഈ ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കണം, സർക്കാരിന് ഞങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ആ പരാതി പരിഗണിച്ചുകൊണ്ട് സെക്ഷൻ 14 അനുസരിച്ച് പൂർണ്ണമായ തോതിൽ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം കൊടുക്കണം എന്നാണ് ആ പരാതി. പക്ഷേ കോടതി അത് തള്ളിക്കളഞ്ഞു. അത് നിബന്ധന പാലിച്ചിട്ടില്ല എന്ന്. ഈ റിട്ട് ഓഫ് മാൻഡമസ് കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോപ്പി കൊടുക്കണം. അതില്ലാത്തത് കൊണ്ടാണ് അവരെ കക്ഷി ചേർക്കാത്തതുകൊണ്ട് അത് ഒഴിവാക്കി പറഞ്ഞു. അപ്പോഴാണ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്ഷൻ 14 കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ 3-4 ആളുകൾ വന്നു. ഈ ആളുകളുടെ ആവശ്യം 2 ആളുകളുടെ ആവശ്യം 2 നോൺ മുസ്ലിങ്ങളെ കയറ്റുക എന്നുള്ളതാണ്. വേറൊരു സംഘടന ഉണ്ടായിരുന്നു, അവർക്കുള്ളത് മുനമ്പത്തിൻ്റെ പ്രതികാരം തീർക്കുക എന്നുള്ളതായിരുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാരിനൊരാഗ്രഹം ഉണ്ടായി, സർക്കാരിൻ്റെ പിന്നിലുള്ള ഈ ബൈമി കാമുകന്മാരുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഈ ബോർഡിനെ മാറ്റി ഇപ്പുറത്ത് വന്നിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കോടതിയിലോട്ട് ഒന്നായി. അങ്ങനെയാണ് ആ കോടതിയിലെ ചവിട്ട് നാടകം നമ്മളൊക്കെ കാണാൻ ഇടയായതും ഇപ്പോൾ ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുകയും ചെയ്തത്. അവസാനമായി ഒറ്റ കാര്യം കൂടി, അതായത് മന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. മന്ത്രി പറഞ്ഞത് ഇപ്പം കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പുനഃസംഘടിപ്പിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അതിപ്പോൾ സാന്ദർഭികമായി അദ്ദേഹം പറയുന്നതായിട്ടേ അങ്ങ് കരുതുന്നുള്ളൂ,
അതല്ല ഈ പറയും പോലെയുള്ളൊരു മാറ്റത്തിൻ്റെ സാധ്യതയായി ഇന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും അമുസ്ലിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് കോടതിയിൽ സർക്കാർ എടുത്തിട്ടുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ ഇങ്ങനൊരു പരാമർശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ, മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. സുപ്രീം കോടതിയിലെ കാര്യം നോൺ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്നതൊഴിച്ചാൽ പുനഃസംഘടനയ്ക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നതായിട്ട് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ, അതല്ല അതിന് മറ്റെന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹത്തെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എൻ്റെ ഒരു പഴയ സുഹൃത്തും കൂടിയാണ്. അദ്ദേഹത്തെ വിമർശിക്കാൻ അല്ല, ഒരു നല്ല മന്ത്രിയായി തീരാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ആശംസകൾ കൊടുക്കുകയാണ്. പക്ഷേ അതേപോലെ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് ഈ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, കുറച്ച് അകലം നിർത്തിയാൽ അദ്ദേഹം രക്ഷപ്പെടും. കാരണം ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ടും കോടതിയിൽ പരാമർശം ഉണ്ടായിട്ടും ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഒരു കാരണവശാലും ബോർഡിനെ പിരിച്ചുവിടാൻ ഈ നിലവിലുള്ള നിയമം അനുസരിച്ച് പറ്റില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് പറ്റില്ല. ആ നിയമത്തിൽ നമുക്കൊക്കെ പറഞ്ഞൊരു കാര്യം, അതിപ്പോൾ താങ്കൾ പറയുന്നത് ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം അങ്ങനെ വിചാരിച്ചോളൂ. പക്ഷേ ഇപ്പോൾ താങ്കൾ ലീഗ് പശ്ചാത്തലത്തിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരാൾ, അങ്ങനെ ഒരാൾ LDF ക്യാമ്പിലേക്ക് വരുന്നു, വന്നിട്ട് ചുമതലയിലേക്ക് എത്തുന്നു, അതിനുശേഷം LDF അധികാരത്തിൽ നിന്ന് പോകുന്നു, UDF അധികാരത്തിൽ വരുന്നു. അപ്പോൾ അവർക്കൊരു മാൻഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു ബോർഡിനെ നിയമിക്കാൻ ഒരു സ്വാഭാവികമായ ആഗ്രഹം ഉണ്ടാകും. ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന ആളെന്നുള്ള നിലയ്ക്ക് അവർക്ക് താങ്കളൊരു വിയോജിപ്പ് ഉണ്ടാകും. സ്വാഭാവികമായ ഒരു കാര്യമായി കണ്ടാൽ പോരെ? അങ്ങനെ കുറച്ചുകൂടി വേണമെങ്കിൽ അപ്പുറത്തും കാണാമല്ലോ. സർക്കാർ സെക്രട്ടേറിയറ്റിലുള്ള മുഴുവൻ ഇടതുപക്ഷ ജീവനക്കാരൊക്കെ പിരിച്ചുവിടണമെന്നും അവിടെയൊക്കെ ഞങ്ങളുടെ ആളുകളെ വെക്കാമെന്നും അങ്ങനെയൊക്കെ വിചാരിക്കാമല്ലോ. അല്ലെങ്കിൽ കേന്ദ്രം ഇങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? കേന്ദ്രത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ അധികാരമുണ്ട്. ഭരണഘടനയിൽ സെക്ഷൻ 356 അല്ലേ ഇല്ലല്ലോ. അതനുസരിച്ച് കേന്ദ്രം തീരുമാനിച്ചാലോ ഒക്കെ ഞങ്ങളുടെ ആളുകളെ വെക്കണം, അപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാം, ഞങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ട്, വീണ്ടും പ്രധാനമന്ത്രിയെ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളിത് പിരിച്ചുവിടണമെന്ന് കേന്ദ്രം തീരുമാനിച്ചത് എന്താവും? ഇവിടെയാണ് നിയമബോധം, ഇവിടെയാണ് നമ്മുടെ ജനാധിപത്യ ബോധം ഉണ്ടാവേണ്ടത്. ഒരു കുറ്റിക്ക് ചുറ്റും നമ്മൾ കറങ്ങണം. മേയലൊക്കെ കുറ്റിക്ക് ചുറ്റുമാണ്. കുറ്റി വലിച്ച് പുറത്തേക്ക് മേയാൻ പറ്റില്ല. അവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു അതിർവരമ്പുകളൊക്കെ ഉണ്ട്. അത് പാലിക്കാൻ എല്ലാവരും നിർബന്ധം. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ആളുണ്ട്, കോടതിയൊക്കെ അതിൻ്റെ അപ്പുറത്തും അപ്പലറ്റ് അതോറിറ്റികൾ വേറെ കിടക്കില്ലേ. അപ്പോൾ അത് നടക്കില്ല. രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വേണമെന്ന് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്, സംശയലേശമന്യേ പ്രതിപാദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. മുമ്പോട്ട് പോകാൻ ഓരോ ഇന്ത്യക്കാരനും ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. അത് ഭരണകർത്താവാണെങ്കിൽ വേണ്ടില്ല, ഭരണീയനായാലും കുഴപ്പമില്ല, അവരൊക്കെ ബാധ്യസ്ഥരാണ്. നിയാമകമായ ചുറ്റുപാടുകൾ, വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഒരു ഭരണകർത്താവിനും സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നാലും വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നാലും എനിക്കും പരിമിതികളുണ്ട്. എൻ്റെ മുമ്പിലും ഭരണഘടനയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പോകാൻ എനിക്കും അനുവാദമില്ലല്ലോ. അങ്ങനെ വന്ന നമ്മുടെ വ്യവസ്ഥിതിയൊക്കെ പോയില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രത്തിനും ചെയ്യാലോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാലോ. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നുണ്ടോ? കേന്ദ്രം പിരിച്ചുവിടുന്നുണ്ടോ? ഒരിക്കലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ, അല്ല വേറെ സംഭവിച്ചിട്ടില്ലല്ലോ. അത് തന്നെയാണത്. അതിൻ്റെ അപ്പുറത്ത് വേറെ അപ്പലറ്റ് അതോറിറ്റികളുണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സംഗ്രഹിക്കാം, നേരത്തെ കോടതിയിൽ വാദമായി ഉന്നയിക്കപ്പെട്ട ഇതിൻ്റെ അപകടം സർക്കാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോകാം. സർക്കാർ തിരിച്ചറിയുകയും ബുദ്ധിപൂർവമായ ഒരു പിൻവാങ്ങൽ, ബുദ്ധിപൂർവമായ ഒരു സമീപനം ഈ കാര്യത്തിൽ എടുത്തതിന് സർക്കാരിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി. അതാണ് ഈ വിഷയത്തിൽ വഖഫ് ബോർഡ് ചെയർമാൻ തൻ്റെ ഭാഗം കൃത്യമായി വിശദീകരിക്കുകയായിരുന്നു. ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.